നാഗസംബന്ധമായ ദോഷങ്ങളോ അതുപോലുള്ള വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം നാഗങ്ങൾ വന്നിട്ട് നമുക്ക് സൂചനകൾ തരും, നാഗദോഷത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കുറച്ച് കാര്യങ്ങൾ, എല്ലാം അല്ല. നിങ്ങൾക്ക് നാഗത്തിനെ സ്വപ്നത്തിൽ ദർശനം കിട്ടുന്നുണ്ടെങ്കിൽ, നാഗ സ്വപ്നത്തിൽ വന്ന് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, പാമ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ പാമ്പ് ഇഴയുന്ന പോലെ, അത് നിങ്ങളുടെ മേത്തേക്ക് പാമ്പ് കയറുന്ന പോലെ, അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാഗസംബന്ധമായ എന്തോ പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ നാഗത്തിനെ കാണാൻ സാധിക്കും. പെട്ടെന്നായിരിക്കും നാഗത്തിനെ കാണുക. അതെല്ലാവരും കാണണമെന്നില്ല, ഒരാൾ മാത്രമേ ചിലപ്പോൾ കാണുള്ളൂ, പ്രധാനപ്പെട്ട ആളായിരിക്കും കാണുക. അതേപോലെ നാഗത്തിനെ തന്നെ കാണണമെന്നില്ല. നമ്മളുടെ ഈ തേരട്ടകൾ വീട്ടിൽ കയറി വരും. അതേപോലുള്ള ഇഴജന്തുക്കൾ, ചെറിയ ചെറിയ ഇഴജന്തുക്കൾ നമ്മുടെ വീടിനകത്തോട്ട് കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം പാമ്പ് തന്നെ, ചെറിയ കുഞ്ഞ് പാമ്പ് തന്നെ ചിലപ്പോൾ പാമ്പിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു ഇരുതലമൂരി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വീടിൻ്റെ അകത്തായിട്ട് പ്രവേശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനെ പുറത്തേക്കാക്കും. നമുക്ക് പേടിയുള്ള സാധനങ്ങളാണ്. പക്ഷേ അപ്പം അതിൻ്റെ സൂചന എന്താ വെച്ചാൽ, എന്തോ നാഗസംബന്ധമായ എന്തോ വിഷയമുണ്ട് അവിടെ. നമ്മുടെ ഭൂമി സംബന്ധമായിട്ട് നാഗവിഷയമുണ്ട്, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള നാഗദോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപദ്രവം കൂടി വരും. അപ്പോൾ അത് നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. അത്തരം കാര്യങ്ങൾ സൂചനകളാണ്. നിങ്ങൾക്ക് പ്രകൃതി തന്നെ കാണിച്ചു തരും ഓരോ കാര്യങ്ങൾ. അത് നിങ്ങൾ ഗൗരവത്തിലെടുക്കുക. നാഗത്തിൻ്റെ കാര്യങ്ങൾ വേണ്ട പരിഹാര ക്രിയകളോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പൂജകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ.